ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഈ കോൺഗ്രസ്സുകാർക്ക് ഈ 99 എട്ടച്ചെങ്ങിന് കൊടുക്കാതെ ഒരു 65-75 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് എട്ടച്ചെങ്ക് താഴെ പോവായിരുന്നു. പക്ഷെ കേരളത്തിൽ, ഇന്ത്യയിൽ ഭരണമുള്ള കക്ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാമ്പത്തികമായിട്ട് കള്ളത്തരം ചെയ്ത് അമ്മയും മോളെയും മരുമോനെയും ഒക്കെ രക്ഷിക്കുന്നത് പിണറായി വിജയനെ എട്ടച്ചെങ്കുള്ളത്. അത് തൻ്റെയോടായിട്ട് പറഞ്ഞ പഴയ കോൺഗ്രസ്സുകാരൻ അൻവർ തന്നെയുള്ളൂ. വീണ്ടും തറവാട്ടിലേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ടോ? അപ്പോൾ അൻവർ ഒരു ചെറിയൊരു തെറ്റ് ചെയ്തു. ഞങ്ങൾ രാഹുൽ ഗാന്ധിനെ DNA പരിശോധിക്കാൻ നിൽക്കണം. തിരുത്തി പറഞ്ഞല്ലോ. എന്നാ ഞങ്ങൾ വിളിക്കും, രണ്ട് കൈ കൂട്ടി സ്വീകരിക്കും. തിരുവമ്പാടി ഞങ്ങളുടെ കോട്ടയാ. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷത്തിനാണ് ചെയ്യുന്നത്. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ? തിരുവമ്പാടി UDFന്റെ കോട്ട LDFന് പോയത് എന്തുകൊണ്ടാ? ഈ 99 സീറ്റ് LDF വാങ്ങിയത് എങ്ങനെയാ? കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഞാൻ രാഘവൻ ഏട്ടൻ്റെ അവിടുത്തെ ഇത് പോയിട്ട് വന്നാൽ അങ്ങനെ അനങ്ങാതെ കസേര ഇരുന്നിട്ട് കാര്യമില്ല. ശരിക്ക് അധ്വാനിക്കുന്നവർക്ക് മാത്രമേ കാര്യമുള്ളൂ. മുരളീധരനുണ്ടല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകേണ്ട വ്യക്തിയാണ്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഇന്നത്തെ ഈ മുഖ്യമന്ത്രിയുടെ നിലയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ വളരെ മോശപ്പെട്ട ഒരു ഇതിലാണ് മുഖ്യമന്ത്രി. കുട്ടികളുടെ ഇടയിലും വലിയവരുടെ ഇടയിലും ആരുടെ ഇടയിലും വളരെ മോശം അവസ്ഥയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ആ സ്ഥിതിക്ക് ഇത് ശരിയായ അന്വേഷണം, അൻവർ പറയുന്നത് ശരിയായി അന്വേഷിക്കണം എന്നുള്ള ഇതാണ്. ഞാൻ അൻവറിൻ്റെ പേരിൽ അതിൻ്റെ അൻവറിൻ്റെ പേരിൽ അത് അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മുഖ്യമന്ത്രിയുടെ സൂര്യ തേജസ് 0 എന്നാണ് പറഞ്ഞത്. അത് 0 ആവും. മുഖ്യമന്ത്രിൻ്റെ വളരെ ആഭ്യന്തരം എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ന് ചരിത്രത്തിലില്ലാത്തൊരു അവസ്ഥയാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി വളരെ മോശത്തിലേക്ക് ഈ പാർട്ടിയെയും ജനങ്ങളെയൊക്കെ വളരെ വളരെ താഴോട്ട് കൊണ്ടുപോയിട്ടുണ്ട്.